ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷത്തിന്റെ ഗുരു കാർത്തികേയനാണ്, സുബ്രഹ്മണ്യ സ്വാമി. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ബ്രഹ്മത്തെ അറിയുന്നവൻ സുബ്രഹ്മണ്യൻ. അപ്പോൾ തമിഴ്നാട്ടിലെ മുരുകൻ എന്ന് പറയും, ശരവണ സംഭവൻ എന്ന് പറയും, ആണ്ടവൻ എന്ന് പറഞ്ഞാൽ തലമുണ്ടനം ചെയ്ത് കൗവീന മാത്രധാരിയായിട്ട് ഭസ്മം പൂശി ഒരു വടി ദണ്ടുമായിട്ട് ഭിക്ഷയ്ക്ക് പോയവൻ എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. ആണ്ടവ, മുരുക, വേലായുധ. ഒടുവിൽ അദ്ദേഹത്തിനെ തന്നെ രാജാവാക്കി, വേലായുധനാക്കി. അസുരനെ കൊല്ലാൻ വേണ്ടിയാണ് അദ്ദേഹം ജനിച്ചത്. അങ്ങനെ വേലുകൊണ്ട് അസുരനെ കൊന്നു. അതിലൊന്ന് മയിലായിട്ടും ഒന്ന് കോഴിപ്പൂവനായിട്ടും പോയി എന്നൊക്കെയാണ് സ്കന്ദ പുരാണത്തിലും മറ്റ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഏതായാലും പളനിയാണ് സുബ്രഹ്മണ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനം എന്ന് പറയുന്ന നഗരി. പളനി ആണ്ടവൻ. പളനി തമിഴ്നാട്ടിലാണ്. അവിടെ ഭസ്മക്കാവടിയുണ്ട്, പാൽക്കാവടിയുണ്ട്, അഗ്നിക്കാവടിയുണ്ട്, മത്സ്യക്കാവടിയുണ്ട്. മുരുകനും മത്സ്യം ഭക്ഷിച്ചിരുന്നു. അഗ്നി, പാൽക്കാവടി, പാല്, ഭസ്മക്കാവടി, ഭസ്മം, അത് വഴിപാടായിട്ട് നടത്താറുണ്ട്. പഞ്ചാമൃതമാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസാദം. ചന്ദനവും മറ്റ് ഭസ്മത്തിനാണ് പ്രാധാന്യം. ഭസ്മവും ചന്ദനവുമാണ് ശരീരത്തിൽ ധരിക്കാനുള്ള പ്രസാദം. മറ്റേ അകത്തേക്ക് കഴിക്കാനാണ് പഞ്ചാമൃതം. സുബ്രഹ്മണ്യ സ്വാമിയിൽ നിന്നാണ് ജ്യോതിഷം ശാസ്ത്രം ഉത്ഭവിച്ചതെന്നാണ് ഹിന്ദു ശാസ്ത്രങ്ങൾ പറയുന്നത്. പിന്നെ അത് കഥയായിട്ട് എഴുതുമ്പോൾ ശിവപാർവതി പുത്രനായിരുന്നുവെന്നും നാരദൻ ഒരിക്കലൊരു പഴം കൊണ്ടുവന്ന് ശിവന് കൊടുത്തെന്നും ഗണപതിയായിട്ട്, അപ്പൊ ഇത് ഈ ലോകത്തിന് 3 തവണ വലത്തിട്ട് ആദ്യം വരുന്നവർക്ക് തരാം എന്ന് പറഞ്ഞു. ചേട്ടനും അനിയനും തമ്മിൽ വഴക്കായി. അപ്പോ സുബ്രഹ്മണ്യ സ്വാമി മയിലിന്റെ പുറത്ത് കയറി പ്രദക്ഷിണം വയ്ക്കാൻ പോയി. ഗണപതി പറഞ്ഞു, ഗണേശൻ അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛനും അമ്മയും ശിവനും പാർവതിയും ഈ ലോകം മുഴുവൻ അവരിൽ ഒതുങ്ങുന്ന, അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛന് 3 വലത്തിടുന്നേ ഉള്ളൂ, ലോകം ചുറ്റാൻ പോകുന്നില്ല. പക്ഷെ രണ്ടുപേരും വലത്തിട്ട് വന്നപ്പം ഒരുമിച്ച് വന്നു. അല്പം നേരത്തെ ഗണപതിയാണ് എത്തിയത്. ഗണപതിക്ക് പഴം കൊടുത്തു. ചേട്ടനും അനിയനും തമ്മിൽ വഴക്കുണ്ടായി. ചേട്ടന്റെ കൊമ്പൊടിച്ചു. കൊമ്പ് ഒടിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു പിടിപ്പിച്ചു. ആരാണോ ഈ കൊമ്പ് താഴെ ഇടുന്നത് അവരുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് ഗണപതി ശപിച്ചു. ആ കൊമ്പിനെ പഴത്തൊലിക്കകത്ത് കയറ്റി പഴമാണെന്ന് വിചാരിച്ച് ശപിച്ച ആളിന്റെ ഗണപതിയുടെ കയ്യിൽ തന്നെ കൊടുത്തു. ആറും നീറും എലിമ്പ് തുമ്പമലരും പാമ്പമ്പിളിത്തെല്ലുമെന്നാറും മാറിലണിഞ്ഞ ശങ്കരവധം ചിന്തിപ്പോർക്കന്യസ. മാറിനകത്ത് കയറി മെരുവും പാപങ്ങൾ പോയി തീരാതുള്ള സ്വയംപ്രകാശ ഗുരുവിൻ പാദം നമ്മി. ഗുരു ആണ് സർവവും. ഗുരു രക്ഷിച്ചാൽ എല്ലാവരും, ഗുരു കോപിച്ചാൽ മറ്റൊരു ദേവനും രക്ഷിക്കുന്നില്ല. പരമേശ്വരൻ തന്നെ കോപിച്ചെന്നാൽ ഗുരു രക്ഷിക്കും, ഗുരു കോപിച്ചെന്നാൽ പരമേശ്വരൻ പോലും രക്ഷിക്കയില്ലറി പരമാർത്ഥം നീ എൻ്റെ ജ്ഞാനപ്പെണ്ണെ എന്ന് ആലത്തൂർ ബ്രഹ്മാനന്ദ സ്വാമികൾ പറയുന്നുണ്ട്. 10 ദുഃഖികളെ കൊണ്ടു ദേവ ഭരിപ്പതിന് നിനക്കഹോ. ബ്രഹ്മാനന്ദ സ്വാമി ജ്യോതിശാസ്ത്രത്തിന്റെ ഗുരുവായ സുബ്രഹ്മണ്യനോട് പറയാണ്, നിനക്ക് ഷഡ്ദർശനങ്ങൾ അറിയാം, നിനക്ക് 6 തലയുണ്ട്. 10 ദിക്കുകൾ ഉണ്ട് ദേവ ഭരിപ്പതിന് നിനക്കഹോ. 10ലും തവ 10 കണ്ണുകൾ വെച്ചുകൊള്ളുകയിലും വിഭോ. ഉത്തരോത്തമ 2 കണ്ണിന് വേലയില്ലതിലൊന്നിനെ അത്തൽ നിർപ്പതിൽ എന്നെ നീ സദാ വെച്ചുകൊള്ളുകയിലും വിഭോ. 6, 2, 12 കണ്ണ്, 2, 10 ദിശ. അപ്പൊ 10 കണ്ണ് 10 ദിശയ്ക്ക് മേൽനോട്ടത്തിനും അതിന്റെ സൃഷ്ടി സംഹാരത്തിന് വെച്ചാലും 2 കണ്ണ് ബാക്കിയുണ്ട്. 2 കണ്ണ്
പത്തു ദിക്കുകളുണ്ട് ദേവ ഭരിപ്പതിന് നിനക്കഹോ, പത്തിലും തവ 10 കണ്ണുകൾ വെച്ചുകൊള്ളുകയും വിഭോ. ഉത്തമോത്തമ, നീ ഉത്തമന്മാരിൽ ഉത്തമനാണ്. ഉത്തമോത്തമ 2 കണ്ണിന് വേലയില്ല അതിലൊന്നിനെ അത്തൽ തീർപ്പതിൽ എന്നെ നീ സദാ വെച്ചുകൊള്ളുകയും വിഭോ. അതുകൊണ്ട് 1 കണ്ണ് എന്നെ രക്ഷിക്കാനും. അപ്പോ ആ ജനന സമയം വെച്ച് മനുഷ്യ ആയുസ് കണക്ക് കൂട്ടിയിട്ട് അതില് നവഗ്രഹങ്ങളുടെ വരവ് പോക്കും കണക്ക് കൂട്ടി ഒടുവില് മരണം വരെ, ജനിച്ച് മരിക്കുന്നത് വരെ, ശരീരം ഉപേക്ഷിക്കുന്നത് വരെയുള്ള സമയം ഏതാണ്ട് നല്ലപോലെ ജ്യോതിശാസ്ത്രം പഠിച്ച ആളിനാണെങ്കിൽ ജാതകം കറക്റ്റായിട്ട് എഴുതാൻ പറ്റുമെന്ന്. അപ്പൊ ഗ്രഹപ്പിഴ സന്ധികൾ വരുന്നതിന് മുമ്പ് തന്നെ അതിന് ശാന്തി ചെയ്താൽ, ആ ഗ്രഹശാന്തി നേരത്തെ ചെയ്താൽ തനിക്ക് കഷ്ടനഷ്ടങ്ങൾ കൂടാതെ പോകാം. എങ്കിലും ജനിച്ചവർക്കൊക്കെ ആരുണ്ട് ലോകേ സുഖദുഃഖം എന്നീ ദ്വന്ദ്ങ്ങളില്ലാത്ത മനുഷ്യൻ. സുഖവും ദുഃഖവും രാവും പകലും, ജ്ഞാനവും അജ്ഞാനവും, കുന്നും കുഴിയും, നന്മയും തിന്മയും ഒക്കെ, നരകവും സ്വർഗവും ഒക്കെ ഇവിടെ. സ്വർഗസുഖങ്ങളും വിണ്ണരകങ്ങളും ഒക്കെ മനസ്സിന്റെ സൃഷ്ടിയാണ്. മനസ്സ് ചഞ്ചലമാകുമ്പോൾ വേണ്ടാതിനം പ്രവർത്തിക്കും, ചിന്തിക്കും, അത് പാപകർമ്മമായിട്ട് വരും. ആ പാപത്തിന്റെ ഫലം പിന്നെ ദുഃഖമായിരിക്കും. നല്ല സത്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ഫലം സുഖവും സമാധാനവുമായിരിക്കും. അതിൻ്റെ ഒടുവിലത്തെ ഫലം നിത്യമായ ശാന്തിയും കൃതാർത്ഥതയും കൃതകൃത്യതയും. ഞാൻ ചെയ്യാനുള്ളത് ചെയ്തു, ഇനി ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. അറിയേണ്ടതിനെ അറിഞ്ഞു, ഇനി ഒന്നും അറിയേണ്ടതായിട്ടില്ല. കാണേണ്ടതിനെ കണ്ടു, ഇനി ഒന്നും കാണേണ്ടതായിട്ടില്ല. കേൾക്കേണ്ടതൊക്കെ കേട്ടു, ഇനി ഒന്നും കേൾക്കേണ്ടതായിട്ടില്ല എന്നൊരു കൃതാർത്ഥത, കൃതകൃത്യത പറയും. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈർ വേദൈ സാംഗവദക്രമോപനിഷദൈർ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണൈ. ദേവായ തസ്മൈ നമഃ, ദേവായ തസ്മൈ നമഃ, ദേവായ തസ്മൈ നമഃ. ഓം ശാന്തി ശാന്തി ശാന്തി. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ശാന്തിരേവ ശാന്തി.